സംസ്ഥാനത്ത് തദ്ദേശ പോര് മുറുകുമ്പോൾ കാലുവാരലും തമ്മിലടിയും രൂക്ഷം. പത്തനംതിട്ട കവിയൂരിൽ BJPയെ സഹായിക്കാൻ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ സ്വന്തം സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തെറ്റായി പൂരിപ്പിച്ചു നൽകിയെന്ന ആക്ഷേപം. പാലക്കാടും തൃശൂരും LDFൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി കലഹം. തമ്മിലടിയും കാലുവാരലും വിമത നീക്കവുമായി തദ്ദേശപ്പോര് മുറുകുകയാണ്. പാലക്കാടും തൃശൂരും പലയിടങ്ങളിലും LDFലെ ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കും. പാലക്കാട് മണ്ണൂർ പഞ്ചായത്തിൽ 5 സീറ്റുകളിലും ചിറ്റൂർ മണ്ഡലത്തിൽ 3 പഞ്ചായത്തുകളിലെ 5 വാർഡുകളിലും തൃത്താല മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിലും CPI ഒറ്റയ്ക്ക് മത്സരിക്കും. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ 2 വാർഡുകളിലും 2 ബ്ലോക്ക് ഡിവിഷനുകളിലും CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മേലാർക്കോട് CPM സ്ഥാനാർത്ഥിക്കെതിരെ CPI ലോക്കൽ സെക്രട്ടറി S. ഷൌക്കത്ത് അലിയാണ് മത്സരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷനിൽ കേരള കോൺഗ്രസ് M ഇടഞ്ഞത് LDFന് തലവേദനയായി. CPI മത്സരിക്കുന്ന സിവിൽ സ്റ്റേഷൻ, ഒളരി ഡിവിഷനുകളിലും CPM മത്സരിക്കുന്ന പൊതൂർക്കരയിലും കേരള കോൺഗ്രസ് M സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പത്തനംതിട്ട കവിയൂർ പഞ്ചായത്ത് 12ാം വാർഡിൽ നാമനിർദ്ദേശ പത്രിക തെറ്റായി പൂരിപ്പിച്ചതോടെ UDFന് സ്ഥാനാർത്ഥിയില്ല. BJPയെ സഹായിക്കാൻ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ സ്വന്തം സ്ഥാനാർത്ഥിയുടെ കാലുവാരിയെന്നാണ് ആക്ഷേപം. ശബ്ദരേഖ ഉൾപ്പെടെ പുറത്തുവിട്ടാണ് പ്രതിഷേധം. ഈ സംഗതിയെല്ലാം തെറ്റായി ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രമനമ്പര കാര്യങ്ങളെല്ലാം തെറ്റാണ്. പിന്നെ അത് പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് വാങ്ങിച്ച് അതിൻ്റെ അകത്ത് തിരുത്തി വേറെ ഫോം വാങ്ങിച്ച് ഞാൻ എഴുതി വേറൊരാളെ കൊണ്ട് ഇത് സൈൻ വാങ്ങിച്ച് ആണ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് എൻ്റെ കൂടെ സപ്പോർട്ടിന് പോലും ഒരാളും ഇല്ലായിരുന്നു. കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഖിഫിൽ രംഗത്തെത്തി. വോട്ടില്ലാത്തവർക്ക് വീട്ടിൽ പോയി ഷാൾ അണിയിച്ച് സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ ശ്രമിക്കുന്നു. ലാത്തികൊണ്ട് തല്ലുവാങ്ങിയവരും ജയിൽവാസം അനുഭവിച്ചവരും സീറ്റിന് വേണ്ടി പോരാട്ടം നടത്തേണ്ടി വരുന്നത് അപമാനകരമാണെന്നും ദുൽഖിഫിൽ വിമർശിച്ചു. കോട്ടയത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണന ലഭിച്ചില്ലെന്നാരോപിച്ച് KSU രംഗത്തെത്തി. ഈ സമയവും കടന്നുപോകുമെന്നായിരുന്നു KSU ജില്ലാ പ്രസിഡന്റ് നൈസാമിന്റെ FB പോസ്റ്റ്. കട്ടപ്പനയിൽ വിമതശല്യം പരിഹരിക്കാൻ നീതിപൂർവമായ സീറ്റ് വിഭജനം നടത്താൻ KPCC പ്രസിഡന്റ് നിർദ്ദേശം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.